വിദേശത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ കാണുന്നത്. ഇനി ഒരിക്കൽ കൂടി ഈ പിണറായി ഭരണം വന്നാൽ അവരുടെയൊക്കെ ജീവിതം തൊലഞ്ഞു പോകും. അത് ഓർക്കുമ്പോഴാണ് ഞാൻ എത്ര പ്രയാസമുണ്ടെങ്കിലും ഇവരോടെല്ലാം നമുക്കതൊക്കെ മറക്കാം. നാടിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നമ്മളെയൊക്കെ വളർത്തിയ KSU യൂത്ത് കോൺഗ്രസിലെയും ചെറുപ്പക്കാർക്ക് വേണ്ടി എനിക്ക് വിശ്വാസമുണ്ട്. എൽദോസ് എന്നും പാർട്ടിക്കൊപ്പമായിരിക്കും. എൻ്റെ ഉറച്ച വിശ്വാസമാണ്. ഇത്ര 2 ദിവസം ജോഡിയാണ് പറഞ്ഞത്. അത് ഇത്രയും പറഞ്ഞത് തന്നെ വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സഹപ്രവർത്തകനാണ്. അത് മതി സാർ. അത്രയും കെ സുധാകരനോട് ഞാൻ സംസാരിച്ചല്ലോ. കെ സുധാകരൻ കണ്ണൂർ ജില്ലയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പോരാത്ത വീര്യമുള്ള ഞാൻ സുധാകരനുള്ളതല്ല പറഞ്ഞത്. സുധാകരൻ്റെ ജീവൻ പലപ്പോഴും അപകടത്തിലായിരുന്നു. ആ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി കണ്ണൂർ ജില്ലയിൽ മലബാറിൽ പൊരുതുന്ന പ്രവർത്തകരെ സംരക്ഷിക്കാവുന്ന നേതാവാണ് സുധാകര. നമുക്ക് ഈ ഭരണം മാറ്റണം. സുധാകരൻ്റെ വിഷമത്വം ഞാൻ മനസ്സിലാക്കുന്നു. അതിനേക്കാൾ ഒരു ഭരണം മാറണം. സുധാകരൻ ആ തീരുമാനം തന്നെ എടുത്തു. സുധാകരന് ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പക്ഷേ ഈ ഭരണം മാറ്റാൻ വേണ്ടി സുധാകരൻ ദുഃഖമല്ല സുധാകരൻ പറഞ്ഞു. ഇന്ന് മുതൽ സുധാകരൻ രംഗത്തിറങ്ങുകയാണ്. ഫാസിസ്റ്റ് കോട്ടകളെ വിറപ്പിക്കാൻ പോവുകയാണ്. ഞാൻ സുധാകരനോട് ഉറപ്പല്ല. ഞാൻ സുധാകരനോട് പറഞ്ഞത് തന്നെയാണ്. ഇതാണ്, ഞാൻ ആർക്കും ഉറപ്പ് കൊടുക്കുന്ന ആളല്ല. എനിക്ക് ഞാൻ അങ്ങനെ ആൾക്കാരോട് വാഗ്ദാനം ചെയ്യുന്ന ആൾക്കാരാണ്. അവസരം കിട്ടിയ ആൾക്കാരെ സഹായിക്കും. പക്ഷേ ഞാൻ വാക്ക് കൊടുക്കാറില്ല. വാക്ക് കൊടുക്കുക സ്വഭാവിക്കില്ല. അവസരം കിട്ടിയാൽ സഹായിക്കുകയും ചെയ്യും. എന്നെ സഹായിച്ച 2014 സാറിൽ സഹായിച്ചത്.